നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ നമസ്കാരം. നോക്കൂ, കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വിവാദം തന്നെയാണ് ജസ്ന സലീം എന്ന് പറയുന്ന ഒരു യുവതിയുമായി, അതല്ലെങ്കിൽ കണ്ണന്റെ ചിത്രങ്ങൾ മാത്രം വരച്ചുകൊണ്ട് ഒരു രീതിയിൽ ഉപജീവന മാർഗമാക്കിക്കൊണ്ട് ഗുരുവായൂരായാലും മറ്റ് ഒട്ടേറെ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി സാറായാലും അതുപോലെ നമ്മുടെ എല്ലാം ബഹുമാന്യനായിട്ടുള്ള നരേന്ദ്രമോദിജി ആയാലും ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വാർത്തകൾ. അതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്നുള്ളത് മറുപടി പറയേണ്ടത് ജസ്ന സലീം തന്നെയാണ് എന്നത് ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ജസ്ന സലീമിനോട് അനുകമ്പ അതല്ലെങ്കിൽ അനുകൂലത തന്നെയാണുള്ളത്. കാരണം അവർ അവരുടെ ഒരു ഉപജീവന മാർഗമായിട്ടാണ് കണ്ണന്റെ ചിത്രം വരയ്ക്കുക. ആ ചിത്രങ്ങൾ അവരുടെ വിലയ്ക്ക്, അത് 1000 ആയിക്കോട്ടെ, 5000 ആയിക്കോട്ടെ, 10000 ആയിക്കോട്ടെ, 1,00,000 ആയിക്കോട്ടെ, അത് വാങ്ങാൻ ആളുണ്ടെങ്കിൽ അവർക്കത് അത്ര കണ്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിജയം തന്നെയാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ ആരും അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ അവരെ അനുകൂലിച്ചുകൊണ്ട് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഞാൻ അവരുടെ ഒരു ഉപജീവന മാർഗമാണ്, അവരുടെ കഞ്ഞിയിൽ ആരും പൂഴി ഇടരുത്. കാരണം നമ്മൾക്കറിയാം, സഖാക്കന്മാർ, വിയർപ്പിന്റെ അസുഖമുള്ള സഖാക്കന്മാരെ നമ്മൾക്കറിയാം. ഒരു കമ്പനിയോ അതല്ലെങ്കിൽ സ്ഥാപനമോ ഒരു വ്യക്തിയെയോ ഇവിടെ വളരാൻ സമ്മതിക്കില്ല. ഇവന്മാരുടെ വരുതിക്ക് നിന്നില്ലെങ്കിൽ എന്നുള്ളതൊക്കെ കാണുന്ന, അതല്ലെങ്കിൽ അതിന്റെ തീക്ഷ്ണത അനുഭവിക്കുന്ന ഒരു നാട് തന്നെയാണ് കേരളം. അത്തരത്തിലുള്ള കേരളത്തിൽ ഇതുപോലെയുള്ള ജസ്ന സലീംമാരെയൊക്കെ തകർക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ലക്ഷ്യമാണ്, അജണ്ടയാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക ജിഹാദികൾ കൂടി സപ്പോർട്ട് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൂടി ആവുമ്പോൾ എന്നുള്ളത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എന്തായാലും ജസ്ന സലീം എന്ന് പറയുന്ന, സലീം അവരുടെ ഭർത്താവാണ് എന്നാണ് എൻ്റെ ചെറിയ അറിവ്. ജസ്ന കൃത്യമായിട്ടും വർഷങ്ങളായി നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. കണ്ണന്റെ ഫോട്ടോ വിതരണം ചെയ്തുകൊണ്ട്, അവർ തന്നെ വരച്ചതാണ് കണ്ണൻ എന്ന് പറയുന്നുണ്ട്. ആ കണ്ണന്റെ ഫോട്ടോകൾ വിറ്റുകൊണ്ട് അവർ എത്ര രൂപ വാങ്ങിക്കൊണ്ട് ചെയ്താലും അത് അവരുടെ മാർക്കറ്റിംഗ്, അവരുടെ ബിസിനസ് മാത്രമാണ്, അവരുടെ കച്ചവട തന്ത്രം മാത്രമാണ്. അതിൽ ഇനി ആരെങ്കിലും വീണോ ഇല്ലേ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്. എന്തായാലും അതിൽ ഞാൻ ജസ്ന സലീം എന്ന് പറയുന്ന നമ്മുടെ ആ സഹോദരിയുടെ കൂടെ തന്നെയാണ്. അവരുടെ വരുമാനത്തിൽ ആരും, അവരുടെ ആ ഒരു ഉപജീവന മാർഗത്തിൽ ആരും മണ്ണ് വാരിയിടാതിരിക്കട്ടെ എന്ന് പറയാം. പക്ഷേ കഴിഞ്ഞ മണിക്കൂറിൽ മായാ പ്രസാദ് എന്ന് പറയുന്ന, അത് ഫേക്ക് ഐ ഡി ആണോ ഒറിജിനൽ ഐ ഡി ആണോ എന്നൊന്നും എനിക്കറിയില്ല, ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അതിൽ കൃത്യമായിട്ടും ഈ യുവതിയെ പറ്റി അവരൊരു എന്താ പറയുക, ഹണി ട്രാപ്പുകാരിയാണ് എന്ന രീതിയിലൊക്കെ സ്ഥാപിച്ചുകൊണ്ടാണ് ഒരു പോസ്റ്റ് എൻ്റെ കൺമുന്നിൽ പെട്ടത്. അത് ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ സാധൂകരണത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ FIR കോപ്പികളൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടും അവർ പറയുന്നത്, സ്ഥാപിക്കുന്നത് ഈ ജസ്ന ഒരു ഹണി ട്രാപ്പുകാരിയാണ് എന്നാണ് പറയുന്നത്. ഇനി അത് ആണോ അല്ലയോ എന്നുള്ളത് സ്ഥാപിക്കേണ്ടത് ജസ്ന തന്നെയാണ്. ജസ്നയെ ഞാൻ അവരുടെ പേഴ്സണൽ നമ്പറിൽ ബന്ധപ്പെട്ടിരുന്നു, എനിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ജസ്ന സലീം തന്നെ ഇതിന് കൃത്യമായിട്ട് മറുപടി പറയും നമ്മുടെ ചാനലിലൂടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ജസ്ന സലീമിനെ വീണ്ടും ബന്ധപ്പെടുന്നുണ്ട്. ഈ പോസ്റ്റ് വരുന്നത് ഇങ്ങനെയാണ്: 2018 സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേ ദിവസം വൈകുന്നേരം 7:30 അടുത്ത് ഒരു തട്ടമട്ട സ്ത്രീ കോഴിക്കോട് മാറാട് പോലീസ് സ്റ്റേഷനിൽ വരുന്നു. അവർക്ക് ഒരു പരാതി ബോധിപ്പിക്കാനുണ്ടായിരുന്നു. ഏകദേശം 1 വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 29/10/2017 ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ഡാഷ് എന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേര് കൊടുത്തിട്ടില്ല, തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് എഴുതി തയ്യാറാക്കിയ ഒരു പരാതി അവർ നൽകി. ഈ പരാതിയിന്മേൽ മാറാട് പോലീസ് സ്റ്റേഷനിൽ FIR ലോഡ്ജ് ആവുകയും തുടർന്ന് ക്രൈം നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. നമ്പർ വരുന്നത് ആർക്കും പരിശോധിക്കാവുന്നതാണ്. 337/2018 ആണ്. 337/2018 ആയി രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു. ഈ കേസ്, ഇതിന്റെ FIR കോപ്പിയൊക്കെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ജെനുവിൻ ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഈ കേസ് സെഷൻസ് കേസ് 750/2019 എന്ന നമ്പറിൽ കോഴിക്കോട് ഫസ്റ്റ് ട്രാക്ക് ജഡ്ജിയുടെ മുൻപിൽ വാദത്തിന് വന്നു. പരാതിക്കാരി തന്നെ, അതായത് പരാതിക്കാരി പറയുകയാണ് തന്നെ വളരെ മൃഗീയമായി ബലാത്സംഗം ചെയ്തു. അതായത് ജസ്ന പറയുകയാണ് ബലാത്സംഗം ചെയ്തെന്ന കുറ്റമാണ് ആരോപിച്ചത്. എങ്കിലും അവരെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴി അവർക്ക് പരിക്കുകൾ ഒന്നുമില്ല എന്നതായിരുന്നു. പരാതിക്കാരിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നവർക്കെതിരെ കുറ്റാരോപിതൻ അയാളെ മർദ്ദിച്ചതിനും ഉപദ്രവിച്ചതിനും എതിരായി പരാതിക്കാരിയുടെ ബലാത്സംഗ പരാതിക്ക് 1 ദിവസം
മുൻപേ കേസ് കൊടുത്തതായും കോടതി കണ്ടെത്തി. അതായത് ഈ ജസ്ന പരാതി കൊടുത്തിട്ടുള്ള വ്യക്തി ഈ ജസ്നയും അവരുടെ കൂട്ടാളികളും തന്നെ ഉപദ്രവിച്ചു എന്നുള്ള പരാതി ജസ്ന പീഡന കേസ് കൊടുക്കുന്നതിന്റെ, ബലാത്സംഗ കേസ് കൊടുക്കുന്നതിന്റെ തലേ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ടും യാഥാർത്ഥ്യമാണോ എന്ന് ജസ്ന തന്നെ സാക്ഷ്യപ്പെടുത്തി സംസാരിക്കേണ്ടതുണ്ട്. ഇനി ഇതിൽ വരുന്നുണ്ട്. മാത്രമല്ല, വളരെ വൈകി കൊടുത്ത ബലാത്സംഗ പരാതിയിൽ പരാതിക്കാരിയുടെയും സാക്ഷികളുടെയും മൊഴിയും മറ്റു തെളിവുകളും വിശ്വസനീയവും സത്യവുമായി കോടതിക്ക് ബോധ്യം വരാതെ ഇരുന്നതിനാൽ കോടതി ആ ബലാത്സംഗ കേസ് തള്ളി എന്നും ഈ ഫേസ്ബുക്കിൽ മായ പ്രസാദ് എന്ന് പറയുന്ന ആ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എഴുതിയിട്ടുണ്ട്. പിന്നെയും വരുന്നുണ്ട്. കേസ് വാദം നടക്കുന്നതിനിടയിൽ മറ്റൊന്ന് കൂടെ കോടതിക്ക് മുൻപിൽ വന്നു. കേസിന്റെ വാദം നടന്നുകൊണ്ടിരിക്കെ പരാതിക്കാരിയായ സ്ത്രീ കുറ്റാരോപിതനെതിരെ മറ്റൊരു പരാതി കൂടെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു, തന്റെ ടോപ്പും ഇന്നറും വലിച്ചു കീറി എന്നതാണ്. എന്നാൽ ഈ ടോപ്പും ഇന്നറും പോലീസിൽ ഹാജരാക്കാതെയായിരുന്നു അവർ പരാതി കൊടുത്തത്. നിലവിലുണ്ടായിരുന്ന ബലാത്സംഗ കേസിൽ അത് പോലീസിന് കൊടുത്തോ എന്ന ചോദ്യത്തിന് കള്ളമായി ഉവ് എന്ന ഉത്തരം കൊടുത്തു. ഈ കള്ളമൊഴിയും ആക്രമണ പരാതിയും പോലീസ് അന്വേഷിക്കുകയും കോടതിയിൽ നിലവിലുണ്ടായിരുന്ന ബലാത്സംഗ കേസിൽ മേൽക്കൈ കിട്ടാൻ വേണ്ടി അവർ കള്ളപ്പരാതി നൽകിയതാണ് എന്ന് കണ്ടെത്തുകയും അത് കോടതിയിൽ ബോധിപ്പിക്കുകയും ചെയ്തത് കൊണ്ട് മാത്രമാണ് ഒരു നിരപരാധിക്കെതിരെയുള്ള കള്ള ബലാത്സംഗ കേസ് തള്ളാൻ കാരണമായത് എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. ഇനി ഇതിന്റെ കൂടെ മറ്റൊരു കേസ് കൂടെ പറയുന്നുണ്ട്. ഇനി ഈ കേസ് വെറും യാദൃശ്ചികമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 439/2006, അതും ബലാത്സംഗ കേസ് തന്നെയാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 181/2020, കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 490/2012, അങ്ങനെ 3 ബലാത്സംഗ കേസുകൾ കൂടി ഈ സ്ത്രീ ഇതുപോലെ പല ആണുങ്ങൾക്കുമെതിരെ കൊടുത്ത കള്ളപ്പരാതികളുടെ എണ്ണം ഇനിയും അനേകം. മറ്റനേകം ഉണ്ട് എന്നറിയില്ല. ഈ 3 എഫ്ഐആറിന്റെ കോപ്പി കൂടി ഇട്ടുകൊണ്ടാണ് കൃത്യമായിട്ടും ഈ മായ പ്രസാദ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഈ കേസിലൊക്കെ പ്രതികൾ ഹിന്ദു ആണുങ്ങൾ ആണെന്നതും വെറും യാദൃച്ഛികമാണ്. അതായത് ഈ കേസിലെ പ്രതികൾ ഒക്കെ ഹിന്ദുക്കളാണ് എന്നാണ് ഇവർ സ്ഥാപിക്കുന്നത്. അത് ഞാൻ പരിശോധിച്ചു ഈ എഫ്ഐആറിന്റെ കോപ്പി പോസ്റ്റിൽ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണോ എന്നത് ഒന്നും നമുക്ക് പ്രശ്നമല്ല. കാരണം ബലാത്സംഗ പരാതിയാണ്, ആ ഇരയ്ക്ക് നീതി കിട്ടണം. നടന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ കോടതി തന്നെ ഈ കേസ് തള്ളി എന്നൊക്കെ ഇതിൽ പറയുന്നു. 2021 കോടതി വിധിയോടെ ഇനി ഈ പണി നടത്തി കാശുണ്ടാക്കാൻ പറ്റില്ല എന്ന സമയത്താണ് ഒരു ഇടതുപക്ഷത്തിന്റെ പ്രിയപ്പെട്ട വ്യവസായി ഇവരെ ലോഞ്ച് ചെയ്യുന്നത്. അതായത് ഒരു ഇടതുപക്ഷത്തിന്റെ വ്യവസായിയാണ് ഇവരെ ഈ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ഈ ബിസിനസ്സിലേക്ക്, അതല്ലെങ്കിൽ അവരുടെ ആ ഒരു ആക്ടിവിറ്റീസിലേക്ക് അവരെ കൊണ്ടുവന്നതെന്ന് പറയുന്നു. ഇവർ തമ്മിലുള്ള വോയിസ് ക്ലിപ്പിൽ കൃത്യമായി വരയ്ക്കാൻ അറിയാത്തവൾക്ക് ചായം പൂശാനുള്ള സഹായം ചെയ്ത ആൾക്ക് സിനിമയിൽ ചാൻസ് അവൾ ചോദിക്കുന്നതും അതിന് മറുപടിയായി അതിന് 4 ഇരട്ടി അയാൾ മുതലാക്കിയില്ലേ എന്ന് വ്യവസായി നീട്ടി ചോദിക്കുന്നുമുണ്ട്. അതായത് ഇവർക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്നാണ് ഈ പറയുന്ന മായ പ്രസാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇവരെ ചിത്രം വരയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്ക് സിനിമയിൽ ഒരു അവസരം കൊടുക്കാമോ എന്ന് വ്യവസായിയോട് ജസ്ന സംസാരിക്കുന്നതിന്റെ ഓഡിയോ ക്ലിപ്പൊക്കെ പുറത്തു വന്നു എന്നുള്ളതാണ്. ഈ വ്യവസായി കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അയാൾക്ക് സിനിമയിൽ ചാൻസ് കൊടുക്കുന്നത്, അതിനയാൾ കൃത്യമായിട്ട് മുതലാക്കിയില്ലേ എന്ന്. ഏത് രീതിയിലാണ് എന്ന് എനിക്കറിയില്ല, പ്രേക്ഷകർ മനസ്സിലാക്കുക. ആരാണ് ഈ ഉത്തമ വനിത എന്ന് ബാക്കി കൂടെ വായിച്ചാൽ മനസ്സിലാക്കാം. എന്തായാലും കലാകാരി കല നല്ലോണം ആടുന്നുണ്ട്, അത് കണ്ണന്റെ പേരിലാണല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. മതേതരത്വം കാണിക്കാൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയും മന്ത്രിയും തന്ത്രിയും ഒക്കെ പടം വാങ്ങുന്ന പടം പിടിക്കുന്നതൊക്കെ കൊള്ളാം. നാളെ കയറി പിടിച്ചു എന്നോ കൂടെ കിടത്തിയെന്നോ ചൂഷണം ചെയ്തു എന്നോ അതുക്കും മേലെ വേറെ വല്ലതുമോ കേൾക്കേണ്ടി വന്നാൽ കുത്ത് കുത്ത് കുത്ത്. ഒരു മാധ്യമ പ്രവർത്തകയുടെ തോളിലെ പിടിപ്പുകേടിന്റെ ക്ഷീണം മാറി വരുന്നതേ ഉള്ളൂ. അത് സുരേഷ് ഗോപി സാറിന്റെ ആ ഒരു മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈയിട്ടുന്നതുമായി വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കാം. അതിനേക്കാൾ പണ്ടൊരു തന്ത്രിയെ ഇതുപോലെ പെടുത്തിയതിന്റെ ക്ഷീണം ഇന്നും ഒരു ക്ഷേത്രവും മൂർത്തിയും പേറുന്നുണ്ട്. അതുപോലെ കണ്ണ നിനക്കും കേൾക്കേണ്ടി വരരുതേ, കണ്ണ നിന്നെ നീ തന്നെ കാത്തോളണേ. അങ്ങനെയാണ് മായ ജി പ്രസാദ് എന്ന് പറയുന്ന പ്രൊഫൈലിൽ വന്നിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ എഫ്ഐആർ കോപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് കൃത്യമായിട്ട് ജസ്ന സലീം മറുപടി പറയേണ്ടതുണ്ട്. കാരണം ഹിന്ദു സഹോദരങ്ങളെ വഞ്ചിക്കാനാണോ, അതല്ലെങ്കിൽ ഹിന്ദു സഹോദരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടാണോ ഇനി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളെ, നരേന്ദ്രമോദിജി അടക്കമുള്ള ആളുകളെ മാർക്കറ്റിംഗ് തന്ത്രത്തിന് ഉപയോഗിക്കുകയാണോ എന്നുള്ളതൊക്കെ ജസ്ന സലീം വ്യക്തമാക്കേണ്ടതുണ്ട്.
ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് ജസ്ന സലീമിനോട് വ്യക്തിപരമായിട്ട് അനുകമ്പ തന്നെയേ ഉള്ളൂ. കാരണം അവരുടെ കുടുംബം നോക്കാൻ വേണ്ടി അവർ കണ്ണന്റെ ഫോട്ടോ വിൽക്കുന്നു, അതും ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വന്നുകൊണ്ട് ഒരുപാട് എതിർപ്പുകൾ നേരിട്ടുകൊണ്ട് എന്നൊക്കെ അവരുടെ ഒരുപാട് ഇന്റർവ്യൂകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഈ അടുത്ത നാളിൽ അവർ ഗുരുവായൂർ കണ്ണന്റെ നടയിൽ നിന്നുകൊണ്ട് ഒരു ഓടക്കുഴൽ വിളിക്കുന്നത് ഒരു കോമഡിയായി അവർ കണ്ണൊക്കെ ഇങ്ങനെ ചിമ്മിക്കൊണ്ടൊക്കെ വളരെ വൾഗറായി എന്ന് തന്നെ എന്റെ ഭാഷയിൽ പറയേണ്ടതുണ്ട്. കാരണം ഞാനൊരു ഗുരുവായൂരപ്പ ഭക്തനാണ്, ഒരു വിശ്വാസിയാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ നടയിൽ നിന്നുകൊണ്ട് ഒരു കോമാളിത്തരം, അതും ഉണ്ണിക്കണ്ണന്റെ ഓടക്കുഴൽ വായിച്ചുകൊണ്ട് ഒരു കോമാളിത്തരം കാണിച്ചത്, അതിൽ എനിക്ക് ജസ്നയോട് എന്റെ വ്യക്തിപരമായിട്ടുള്ള എതിർപ്പ് ഇവിടെ പ്രകടിപ്പിക്കുക തന്നെയാണ്. അതിന് ജസ്ന ന്യായീകരണവുമായി കൊണ്ടുവന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ബാക്കി കൂടി കണ്ടുകൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു വിശ്വാസി, ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ എന്റെ എതിർപ്പ് ജസ്നയോട് പച്ചയ്ക്ക് എന്റെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലൂടെ തന്നെ പറയുകയാണ്. ഇതിന് മറ്റൊരു പോസ്റ്റ് കൂടി വന്നിട്ടുള്ളത്, ജസ്ന സലീം ഉണ്ണിക്കണ്ണന്റെ പടം വരച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടിയ പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി. ഇന്ന് ഒരു വിഭാഗം മുസ്ലിങ്ങളും സ്വന്തം കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും ജസ്നയെ അവഹേളിച്ചു എന്നും കണ്ണന്റെ പടം വരച്ച് ഉപജീവന മാർഗം നേടുന്നത് വേശ്യാവൃത്തിയേക്കാൾ താഴ്ന്ന ജോലിയാണെന്ന് പറഞ്ഞ് സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെ ജസ്നയെ അവഹേളിക്കുന്നെന്നും പല വീഡിയോകളിലായി ജസ്ന തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സമീപകാലങ്ങളിൽ മുസ്ലിം തീവ്രവാദികൾ സംഘികളെയും ഹിന്ദുക്കളെയും കപട വിശ്വാസം കാണിച്ച് പറ്റിച്ച് സമൂഹത്തിൽ ശ്രദ്ധ നേടുകയും കണ്ണന്റെ പടം വരയ്ക്കുക എന്ന ബിസിനസ് പ്രൊമോട്ട് ചെയ്യുകയാണെന്നും ആരോപിക്കപ്പെടുന്നു. ഈ കുട്ടിയുടെ ഭർത്താവ് സലീം ഈ കുട്ടി പടം വരച്ച് പണം സമ്പാദിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും കുട്ടി പറയുന്നു. അതുകൂടാതെ ജസ്ന തന്നെ പറയുന്നു, താൻ വരയ്ക്കുന്ന പടങ്ങൾ വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവുമെന്ന് വിശ്വാസികൾ പറയുന്നുണ്ട് എന്ന്. തന്നെയുമല്ല, ജസ്ന ഒട്ടനവധി വീഡിയോകളിൽ പറയുന്നു അവർ ശ്രീകൃഷ്ണ വിശ്വാസിയും ഭക്തിയുമാണെന്ന്. നമ്മൾ ഹിന്ദുക്കൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, കർപ്പൂരത്തിലും നല്ലെണ്ണയിലും മറ്റു പൂജാദ്രവ്യങ്ങളിലും ഹൈന്ദവ ദൈവങ്ങളുടെ ഫോട്ടോയും പേരും വെച്ച് കോടികൾ സമ്പാദിക്കുന്ന ഇസ്ലാമിക നാമധാരികൾ അതല്ലെങ്കിൽ ഇതര മതസ്ഥർ ഇന്ന് സജീവമാണ്. ജസ്നയുടെ ഭക്തിയും വിശ്വാസവും പടം വരയും ഇത്തരത്തിലുള്ള കാപട്യത്തിന്റെ മറ്റൊരു വശമാണെന്ന് ചിന്തിക്കാതെ വയ്യ. ഇത് വായിക്കുന്നവർ ഒന്ന് ചിന്തിച്ചു നോക്കും, ആ കുട്ടിക്ക് ശ്രീകൃഷ്ണനെ ഇത്രയും വിശ്വാസമാണെങ്കിൽ എന്തുകൊണ്ട് ഹൈന്ദവ ധർമ്മത്തിലേക്ക് വന്നുകൂടാം? ഒരു ഇസ്ലാം മത വിശ്വാസി ആയിരിക്കെ അന്യമതസ്ഥരുടെ ഈശ്വര സങ്കല്പങ്ങളെല്ലാം ചെകുത്താന്മാരാണ് എന്നാണ് ഈ ഇസ്ലാമിക വിശ്വാസം. ഒരു ഹിന്ദുവായാൽ ഹൈന്ദവ മതത്തിലും അന്യമതത്തിലെയും എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കാനും കഴിയുന്നതാണ്. ഇസ്ലാം മതത്തിൽ അത് നടക്കുമോ? ഒരിക്കലുമില്ല. ഈ കുട്ടിക്ക് സ്വന്തം മതത്തിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഏറ്റുകൊണ്ടിരിക്കുന്ന അവഹേളനങ്ങളിൽ അതികഠിനമാണ് എന്ന് ഈ കുട്ടി തന്നെ പറയുന്ന സ്ഥിതിക്ക് ആ മതത്തിൽ തുടർന്നും കൊണ്ടുള്ള ഇത്തരം ചേഷ്ടകളെ സംശയത്തോടെ മാത്രമേ ഓരോ ഹിന്ദുവിനും അവരെ ബുദ്ധിയുള്ളവർക്ക് കാണാനാവും. ഈ മതേതര ഭാരതത്തിൽ സമീപകാലങ്ങളിലെ എത്രയോ ഇതര മതസ്ഥർ ഹൈന്ദവ ധർമ്മം സ്വീകരിച്ച് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഈ കുട്ടിക്കും ജീവിക്കാവുന്നതാണ്. അല്ലാത്തിടത്തോളം കാലം ഈ കുട്ടി കാണിക്കുന്നതും പറയുന്നതും എല്ലാം കപടമാണ് എന്ന് അടിവരയിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ഇതിനോട് എനിക്ക് അനുകൂലമില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം ഒരു അന്യമതസ്ഥർ നമ്മുടെ മതത്തിലേക്ക്, ഹിന്ദു സംസ്കാരത്തിലേക്ക്, ഹൈന്ദവ മതത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ഹൈന്ദവ ദേവദേവി സങ്കല്പങ്ങളെ കാണാനും അതല്ലെങ്കിൽ ചിത്രമായിട്ട് വരയ്ക്കാനും വിൽക്കാനും പാടുള്ളൂ എന്ന ആ ഒരു സിസ്റ്റം ഒന്നും ഇല്ല. അത് നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യവുമില്ല. അവർ അവരുടെ മതത്തിൽ അവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരെ അങ്ങനെ ജീവിക്കട്ടെ. അവരെ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതല്ലെങ്കിൽ നമ്മളും ഇസ്ലാമിക ഭീകരന്മാരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നത് നാട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഉത്തരം പറയാനാവില്ല. എന്തായാലും ഇതിനെല്ലാം ജസ്ന സലീം കൃത്യമായിട്ട് മറുപടി പറയും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം നമ്മുടെ ചാനലിൽ തന്നെ അവരെ ഞാനൊരു ഇന്റർവ്യൂവിനെ ക്ഷണിക്കാൻ വേണ്ടി ഞാൻ അല്പം നേരം മുൻപ് ഞാൻ വിളിച്ചിരുന്നു. അവരെ കൊണ്ടുവരേണ്ടത് ഇതിന്റെ ഈ സത്യാവസ്ഥ തുറന്ന് ചോദിക്കാൻ തന്നെയാണ്. കാരണം ഞാനും ഒരു വിശ്വാസിയാണ്. നമ്മുടെ ചാനലും ഒരു സംഘ പരിവാര ആശയങ്ങളുമായി അതല്ലെങ്കിൽ BJP ആശയങ്ങളുമായി ദേശീയ രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചാനൽ എന്നുള്ള നിലയിൽ തന്നെ ഇത്തരത്തിൽ ഹൈന്ദവരെ വഞ്ചിച്ചുകൊണ്ട് അതല്ലെങ്കിൽ സുരേഷ് ഗോപി സാറേയും നരേന്ദ്രമോദി അടക്കമുള്ള നമ്മുടെ പ്രധാനമന്ത്രിയെയും ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള സംശയം നമ്മുടെ ഇടയിൽ ഇത്ര കണ്ട് വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ അതെല്ലാം ക്ലാരിറ്റി വരുത്തേണ്ടത്, ഇത്തരത്തിൽ 2-3 പീഡന പരാതി ജസ്ന സലീം കൊടുത്തിട്ടുണ്ടോ, കോടതി ആ പീഡന പരാതി സ്വീകരിക്കാതെ തള്ളിയിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് മറുപടി പറയേണ്ടത് ജസ്ന സലീം തന്നെയാണ്. അതുകൊണ്ട് ജസ്ന സലീമിനെ ഞാൻ വീണ്ടും വിളിക്കുന്നുണ്ട്. അവർക്ക് എന്റെ നമ്പർ അറിയാത്തത് കൊണ്ടോ എന്തോ അറിയില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അവരുടെ എന്റെ കയ്യിലുള്ള നമ്പർ
നമ്പർ കൃത്യമാണോ എന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ അവരെ ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കൃത്യമായിട്ടും മറുപടി പറയാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. ആ ക്ഷണം അവർ സ്വീകരിച്ചുകൊണ്ട് ഇതിലൂടെ മറുപടി വ്യക്തമാക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ഇനി അത് അവർ സ്വീകരിക്കുന്നില്ല, അവർ മറുപടി പറയാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മായാജി പ്രസാദും മറ്റൊട്ടേറെ ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലൂടെ വരുന്ന ഈ ആരോപണങ്ങൾ സത്യസന്ധമാണ്, സത്യമാണ്, ഇത് ഒരു വഞ്ചനയാണ്, ഇനിയും ഇത്തരത്തിൽ വഞ്ചനയ്ക്ക് നമ്മളാരും പെടരുത് എന്ന് മറ്റുള്ളവർ കരുതി കഴിഞ്ഞാൽ, വിശ്വസിച്ചു കഴിഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്താനാവില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ എന്റെ പ്രൊഫൈലിൽ, എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഇപ്പോഴും ഞാൻ ജസ്ന സലീമിന് വേണ്ടി എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് 2 ദിവസം മുൻപാണെന്ന് തോന്നുന്നു, അതിപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. അതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഇത് തന്നെയാണ്. സഖാക്കന്മാരെ പോലെ വിയർപ്പിന്റെ അസുഖമുള്ള ആളുകൾ ഒരു ജോലി ചെയ്ത് അവരുടെ കല അവർ വരച്ചുകൊണ്ട്, ഏത് ചിത്രമായിക്കോട്ടെ, ഇനി മറ്റൊരു ടീം പറയുന്നത് കേട്ടു, മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടതാണ്, ഇവർ വരയ്ക്കുന്ന കണ്ണിന് കൃഷ്ണമണിക്ക് ആ കണ്ണിന്റെ കൃഷ്ണമണി ഉണ്ടല്ലോ, കൃഷ്ണമണിയുടെ സെന്ററിലുള്ള ഒരു വെള്ള പോയിന്റ് കൊടുക്കുന്നില്ല, അതായത് വെറും ഒരു കറുത്ത വട്ടം മാത്രമാണ് കണ്ണന്റെ കണ്ണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ജീവസുറ്റ കണ്ണന്റെ ഫോട്ടോയായി തോന്നുന്നില്ല. ജീവനുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഇസ്ലാമിക മതനിയമപ്രകാരം തെറ്റാണ് എന്നുള്ളത് കൊണ്ട് ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഈ സഹോദരി അത് മനഃപൂർവ്വം ചെയ്യുകയാണ്. കണ്ണിന്റെ ഉള്ളിൽ ആ കൃഷ്ണമണിക്ക് ഒരു വൈറ്റ് കളർ ഇടുന്നില്ല എന്നുള്ളത് ഒരു ആക്ഷേപമായി വരുന്നുണ്ട്. ഇതിനെല്ലാം മറുപടി പറയേണ്ടത് ജസ്ന തന്നെയാണ്. വീണ്ടും പറയുന്നു, ജസ്നയോട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു എതിർപ്പുമില്ല. ഇതിലൊരു കമന്റ് ഞാൻ കാണുന്നു, ഇതൊരു ലൈവ് ടെലികാസ്റ്റ് ആയതുകൊണ്ട് വിവരക്കേട് പറയരുത്, അവളുടെ കളി ചീത്ത ആണ് എന്ന് പറയുന്നുണ്ട്. എന്തോ അവളുടെ കളി ചീത്തയാണോ എന്നുള്ളത് എനിക്കറിയില്ല. മിനി രാജശ്രീ ടിപ്സ് ആൻഡ് ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നാണ്, യൂട്യൂബ് പ്രൊഫൈലിൽ നിന്നാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. അവരെ വ്യക്തിപരമായിട്ട് പറയാനുള്ള അവകാശം ഒന്നും നമ്മൾക്കില്ല. കാരണം ആദ്യം നമ്മൾ നമ്മുടെ കിടപ്പറയിലെ ആ പ്രശ്നങ്ങളൊക്കെ തീർക്കുക, എന്നിട്ടാവാം മറ്റുള്ള ആളുകളുടെ കിടപ്പറയിലേക്ക് അതല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കേണ്ടത് എന്ന് ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കാരണം മലയാളികളുടെ പൊതുവെ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് മറ്റുള്ളവന്റെ നെഗറ്റീവുകൾ തിരഞ്ഞുകൊണ്ട് നടക്കുക, മറ്റുള്ളവന്റെ സ്വകാര്യതയിലേക്ക് കണ്ണു നട്ടുകൊണ്ട് താൻ എന്ത് തന്നെയായാലും, തന്നെ എത്ര വൃത്തികെട്ടവനായി കഴിഞ്ഞാലും വൃത്തികെട്ടവളായി കഴിഞ്ഞാലും അന്യന്റെ വൃത്തികേടുകളും അന്യന്റെ ആ കിടപ്പറ രഹസ്യങ്ങളും ഒക്കെ അറിയുക, അതല്ലെങ്കിൽ അവരുടെ നെഗറ്റീവുകൾ വിളമ്പുക എന്നത് മലയാളിയുടെ ഒരു ഞരമ്പ് രോഗം തന്നെയാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി എനിക്കിതിൽ വ്യക്തിപരമായിട്ട് എന്റെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ജസ്ന സലീം ഇത്തരത്തിൽ വ്യാജ പരാതി കൊടുത്ത് കോടതി തള്ളി എന്നൊക്കെ സ്ഥാപിച്ചിട്ടുള്ള മായാജി പ്രസാദ് എന്ന് പറയുന്ന ഈ പ്രൊഫൈൽ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ ആ ഇരയ്ക്ക്, അപ്പോൾ അവിടെ പരാതി കൊടുക്കപ്പെട്ട, തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു പുരുഷനുണ്ടല്ലോ, അവിടെ ആ ഇര യഥാർത്ഥത്തിൽ പുരുഷനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളൊക്കെ സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സുരക്ഷ, നവോത്ഥാനം എന്നതൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അനുകൂലമായി തന്നെയാണ് നമ്മുടെ നിയമത്തിന്റെ പല വശങ്ങളും ഉള്ളത് നമ്മൾക്കറിയാം. അതിലെ ഒരു ഇരയാണ് ഞാൻ എന്നുകൂടി പറയേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ക്രൈം ഓൺലൈൻ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ക്രൈം നന്ദകുമാർ ഇലക്ഷന്റെ തലേ ദിവസം നാൾ, അതായത് തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസത്തെ ആ ഒരു ഇന്റർവ്യൂ ഒരു ലേഡിയുടെ ഇന്റർവ്യൂ കൊണ്ടുവരികയും ആ ഇന്റർവ്യൂവിൽ ലേഡി സുരേഷ് ഗോപിക്കെതിരെ വളരെ മോശമായി സംസാരിക്കുകയും ചെയ്ത ആ ഇന്റർവ്യൂ തെറ്റാണെന്നും ഈ ലേഡിയെ എനിക്ക് നേരിട്ട് അറിയാമെന്നും ഈ ലേഡി സുരേഷ് ഗോപിയുടെ വീഡിയോ ഇത്തരത്തിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എന്നെയാണ് ആദ്യം ബന്ധപ്പെട്ടതെന്നും കൃത്യമായിട്ട് ഞാൻ ഈ ക്രൈം നന്ദകുമാർ ചെയ്ത വീഡിയോയ്ക്ക് ശേഷം ഞാൻ ചെയ്യുന്നു. അതിനുശേഷം ക്രൈം നന്ദകുമാർ മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ ലേഡിയുടെ ആ ഇന്റർവ്യൂ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നു. അത്ര കണ്ട് എതിർപ്പ് അയാൾക്ക് വരുന്നു. അയാൾക്ക് ഇത് പുത്തരിയൊന്നുമല്ല, കാരണം അയാൾ പലർക്കെതിരെ വ്യാജ വീഡിയോ ചെയ്തുകൊണ്ട് മാപ്പ് പറയുകയും 34 ദിവസം ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എല്ലാവർക്കെതിരെയും ബ്ലാക്ക് മെയിൽ വീഡിയോ ചെയ്യുന്ന ഒരു ഏർപ്പാട് അയാൾക്കുണ്ട് എന്നുള്ളത് പോലീസുകാർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല അയാൾ കുറ്റത്തിന് 34 ദിവസമാണ് റിമാൻഡിൽ കടന്നതുമാണ്. അത്തരത്തിൽ ഇയാൾ ഡിലീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെട്ടതിന്റെ പകയോടുകൂടി തന്നെ ഈ പറയുന്ന ക്രൈം നന്ദകുമാറും ആ ഇന്റർവ്യൂവിൽ സുരേഷ് ഗോപിക്കെതിരെ വളരെ മോശത്തോടുകൂടി പെരുമാറിയ ഇന്റർവ്യൂ കൊടുത്ത ആ സ്ത്രീയും ചേർന്നുകൊണ്ട് കൃത്യമായിട്ടും ആസൂത്രിതമായി തന്നെ എനിക്കെതിരെ പരാതി കൊടുക്കുന്നു. ഇന്ന് സ്ത്രീകളും അതുപോലെ കുഞ്ഞുങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പരാതി കൊടുക്കുന്ന 2 വകുപ്പുകളാണ്. ഒന്ന് പീഡന വകുപ്പും ഒന്ന് പോക്സോ വകുപ്പും എന്ന് നമ്മൾക്കറിയാം. അത്തരത്തിൽ ഒരു പീഡന പരാതി എന്റെ പേരിൽ കൊടുക്കുന്നു. ആ പരാതി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായിട്ട് നിയമ നടപടികൾ നമ്മളും സ്വീകരിച്ചിട്ടുണ്ട്. ഒരു വർഷം ഏകദേശം എനിക്ക് തോന്നുന്നു നവംബറോ ഏതൊരു ഡേറ്റ് ഇട്ടിട്ടാണ് ഈ പെൺകുട്ടി കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പെൺകുട്ടിയെ ഞാൻ എന്റെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചു എന്നാണ് ഈ പരാതിയിൽ ഈ സ്ത്രീ പറയുന്നത്. അതായത് ഇവർക്ക് ആകെ വന്നിട്ടുള്ള ആ ഒരു പക എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ ആലോചിച്ച് വളരെ വേദനയോടെ തന്നെ ഇവിടെ നിങ്ങളോട് ഇത് പച്ചയ്ക്ക് തുറന്നു പറയേണ്ടതുണ്ട്. ആ സ്ത്രീ പറയുകയാണ്, അതായത് ഇവർ നമ്മുടെ ചാനലിലാണ് സുരേഷ് ഗോപിക്കെതിരെ ഒരു സ്റ്റോറിയുമായി വന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ ചാനലിൽ അത്തരത്തിലുള്ള വീഡിയോസ് കൊടുക്കാൻ പറ്റില്ല, ഇതിന് യാതൊരു ജെനുവിനിറ്റിയും ഇല്ല, അവർക്ക് സാമ്പത്തിക ബാധ്യതകളും സാമ്പത്തിക പരാധീനതകളും ഉണ്ട്, അതിന് നിങ്ങൾക്ക് ഒരു ജോലി
വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് അത് തയ്യാറാക്കി തരാം. അല്ലാതെ സുരേഷ് ഗോപിക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോ കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നു. അങ്ങനെ അവർ ക്രൈം നന്ദകുമാറിനെ ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തന്നെ ക്രൈം നന്ദകുമാർ കൃത്യമായിട്ടും അയാളുടെ ആ ചീപ്പ് സ്വഭാവം കാണിച്ചുകൊണ്ട് ഈ യുവതിയുടെ, ഈ ലേഡിയുടെ വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ, ഒരു RSSകാരിയുടെ വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ വീഡിയോ കൊടുക്കുന്നു. അത് സുരേഷ് ഗോപിയെ ബാധിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, സുരേഷ് ഗോപി ഇന്ന് MP ആണ്, കേന്ദ്രമന്ത്രിയാണ് എന്ന് നമ്മൾ കണ്ടു. എന്നിരുന്നാലും ശുദ്ധ തെമ്മാടിത്തരം ചെയ്ത ആ വീഡിയോ ചെയ്ത നന്ദകുമാറിനെതിരെ ഞാൻ കൃത്യമായിട്ടും പ്രതികരിച്ചിരുന്നു. ആ വീഡിയോ അയാൾക്ക് അവസാനം ഡിലീറ്റ് ചെയ്ത് പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടി വന്നു. ആ മാപ്പ് പറഞ്ഞ വീഡിയോ ഇപ്പോഴും നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഇരിക്കുന്നുണ്ട്. ചാണക്യ ന്യൂസ് എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഇരിക്കുന്നുണ്ട്. അത്തരത്തിൽ മാപ്പ് പറയേണ്ടി വന്ന ഈ ക്രൈം നന്ദകുമാറിനും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെട്ട് തന്റെ വ്യാജ സ്റ്റോറി സുരേഷ് ഗോപിക്കെതിരെ ഉള്ളത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന പക ഉപയോഗിച്ചുകൊണ്ട് ഒരു പുരുഷനെതിരെ ഒരു സ്ത്രീക്ക് കൊടുക്കാവുന്ന, അതല്ലെങ്കിൽ കുട്ടികളെ വെച്ച് കൊടുക്കാവുന്ന രീതിയിൽ തന്നെ പീഡന പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊന്നും പറയാനില്ല. ഈ ഒരു സിമ്പൽ മാത്രമേ കാണിക്കാനുള്ളൂ. പിന്നെ ക്രൈം നന്ദകുമാർ ഇതൊക്കെ ശീലമായതുകൊണ്ട് അയാളെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾക്കറിയാം അമേധ്യം എത്രത്തോളം കഴുകി കഴിഞ്ഞാലും അത് കഴുകുന്തോറും അമേധ്യം തന്നെയാണ്, അല്ലാതെ അത് വേറെ നല്ലതിലേക്കൊന്നും മാറില്ല എന്ന് നമ്മൾക്കറിയാം. അത്തരത്തിൽ മാത്രമേ ഈ ക്രൈം നന്ദകുമാറിനെ ഞാൻ വില കൽപ്പിക്കുന്നുള്ളൂ. കാരണം അയാളുടെ സമൂഹത്തിലുള്ള ക്രെഡിബിലിറ്റി എന്താണ് എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് എന്നെ സ്വീകരിക്കുന്ന, എന്നെ കാണുന്ന, എന്നെ അറിയുന്ന ജനങ്ങൾക്കറിയാം ഞാൻ എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും നിയമത്തിന്റെ പോരാട്ടങ്ങളിൽ ഇതിനു മുൻപും എനിക്കെതിരെ ഇതുപോലെ തന്നെ CPM വിട്ടുകൊണ്ട് BJP ദേശീയ രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്ന സമയത്ത് സഖാക്കന്മാർ കളിച്ച ഒരു കളിയുണ്ട്, വ്യാജ പരാതി കൊടുത്തുകൊണ്ട്. ആ പരാതിയിൽ ഞാൻ 10 വർഷമാണ് ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ട് എന്റെ നിരപരാധിത്വം എനിക്ക് വെളിപ്പെടുത്തേണ്ടി വന്നത്. അത്തരത്തിൽ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ക്രൈം നന്ദകുമാർ എല്ലാം അവന്റെ വാപ്പാന്റെ വാപ്പ വന്നു കഴിഞ്ഞാലും ആർക്കെതിരെയും നമ്മൾക്ക് ഇത്തരത്തിൽ നിയമത്തിലൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ട് മുന്നേറി അതിൽ പോരാട്ട വിജയം നേടാനാവുമെന്ന 100% ആ ഒരു ഇതുണ്ടല്ലോ, എന്താണ് നമ്മൾ പറയില്ലേ, വെയിലത്ത് വാടില്ല, അതല്ലെങ്കിൽ തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടില്ല എന്ന് കേട്ടിട്ടില്ല. അത്തരത്തിൽ എന്തായാലും സുരേഷ് ഗോപി സാറിനെ ആയാലും ഈ പറയുന്ന നരേന്ദ്രമോദി സാറിനെ ആയാലും അവരെയൊക്കെ മാർക്കറ്റിങ്ങിന് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു സ്ത്രീ ആണോ ജസ്ന എന്നുള്ളത്? ഇവർ കൊടുത്തത് വ്യാജ പരാതിയാണോ? ഏതൊരാണിനെതിരെയും പെണ്ണിന് കൊടുക്കാവുന്ന ഒരു പരാതിയാണ് പരാതി, ഈ പറയുന്ന പീഡന പരാതി. ഇതിന് പ്രാഥമികമായി തെളിവുകൾ ആവശ്യമില്ല. ഈ പരാതിക്ക് അനുസൃതമായി വകുപ്പുകൾ ഇട്ടുകൊണ്ട് ഈ പറയുന്ന നിയമത്തിന്റെ അണ്ടറിൽ കൃത്യമായിട്ടും ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ തന്നെയാണുള്ളത്. അത് ദുരുപയോഗം ചെയ്തുകൊണ്ടാണോ ജസ്ന ഇങ്ങനെ ചെയ്തത്? ഇതിൽ ഇരകളായിട്ടുള്ളത് പൂർണ്ണമായിട്ട് ഹിന്ദുക്കളാണോ എന്നുള്ളതെല്ലാം പൂർണ്ണമായിട്ട് ഇതിന്റെ സത്യസന്ധമായുള്ള കാര്യങ്ങൾ ജസ്ന സലീം തന്നെ വെളിപ്പെടുത്താനുള്ള അവസരം അവർക്ക് നമ്മുടെ ചാനലിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അവരത് ഏറ്റെടുക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ലത് വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം നാം എല്ലാവരും ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന നമ്മുടെ ഗുരുവായൂർ കണ്ണന്റെ പേരിൽ ഇത്ര കണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ചെളിവാരി എറിയൽ കാണുമ്പോൾ അതിൽ വേദന തന്നെയുണ്ട്. കാരണം ഭഗവാന്റെ പേരിൽ വേണ്ട ഇത്തരത്തിൽ തട്ടിപ്പായാലും നന്മയായാലും എന്നത് കൂട്ടിച്ചേർക്കട്ടെ. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള ചതി ചെയ്യുന്ന ആളുകളാണോ, അതല്ലെങ്കിൽ അവർ വരയ്ക്കുന്ന ആ ചിത്രത്തിന് അത്ര കണ്ട് മേന്മയുണ്ടോ, ഇത്ര കണ്ട് വിലപിടിപ്പുള്ള സാധനമാണോ എന്നൊക്കെ പ്രേക്ഷകർ, അതല്ലെങ്കിൽ അത് വാങ്ങുന്നവർ തന്നെയാണ് ചിന്തിക്കേണ്ടത്. സുരേഷ് ഗോപിക്കൊപ്പം ഫോട്ടോ എടുത്തത് കൊണ്ടോ, നരേന്ദ്രമോദി സാറിന് ഫോട്ടോ എടുത്തത് കൊണ്ടോ ഒരു ഫോട്ടോയുടെ ആ ഒരു മൂല്യം കൂടുന്നില്ല. അതുകൊണ്ട് ആയിരക്കണക്കിന് ഒരേ രീതിയിലുള്ള ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് അത് വിറ്റഴിച്ചുകൊണ്ട് തന്റെ വാണിജ്യപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടാനാണോ? അവർ വാണിജ്യപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇത്തരത്തിൽ അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് കൂടി വെളിപ്പെടേണ്ടത് ഓരോ ഇത് വാങ്ങുന്ന പ്രേക്ഷകന്റെയും ഇത് കാണുന്ന പ്രേക്ഷകന്റെയും, ഇവരുടെ വാണിജ്യത്തിൽ പെടുന്ന ആളുകൾ, അത് ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഇവർക്കൊക്കെയുള്ള നീതിയാണ്. ഇത് കൃത്യമായിട്ട് ജസ്നയിൽ നിന്നും ഒരു മറുപടി എന്ന് കൂടി കൂട്ടിച്ചേർക്കട്ടെ. പ്രിയപ്പെട്ട ജസ്ന, നിങ്ങൾ മറുപടി പറയണം എന്നുള്ളത് ഒരു വലിയ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സഹോദരന്റെ തുല്യമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ നിങ്ങളോട് അപേക്ഷിക്കുകയാണെന്ന് ഇവിടെ കൂട്ടിച്ചേർക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.